നമ്മുടെ വീട്ടിലെ മുതിർന്നവർക്കും അതുപോലെ മാസം തോറും കൃത്യമായൊരു വരുമാനം ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും സുരക്ഷിതമായ ഒരു നിക്ഷേപ പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം അഥവാ POMIS. ബാങ്കുകളിലെ പലിശ നിരക്കുകളിൽ മാറ്റം വരുമ്പോഴും സാധാരണക്കാർക്ക് വിശ്വസിക്കാവുന്ന ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണിത്. ഈ 2026 കാലഘട്ടത്തിൽ ഇതിന്റെ പലിശ നിരക്ക് എത്രയാണ്, ആർക്കൊക്കെ ചേരാം, പണം എങ്ങനെ നിക്ഷേപിക്കാം, ഈ കാര്യങ്ങളെല്ലാം വളരെ ലളിതമായി തന്നെ നമുക്ക് നോക്കാം. എന്താണ് ഈ പദ്ധതി എന്ന് ആദ്യം തന്നെ പറയാം. നമ്മളൊരു വലിയ തുക പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപിക്കുന്നു. അതിൽ നിന്നുള്ള പലിശ ഓരോ മാസവും നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് വരും. നിക്ഷേപിച്ച തുക കാലാവധി കഴിയുമ്പോൾ തിരികെ ലഭിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ ഇതൊരു പെൻഷൻ പോലെ നമുക്ക് ഉപയോഗിക്കാം. 18 വയസ്സ് കഴിഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും ഈ പദ്ധതിയിൽ ചേരാം. പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ പേരിൽ അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ രക്ഷിതാക്കൾക്ക് അത് ചെയ്യാവുന്നതാണ്. 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് സ്വന്തം പേരിൽ തന്നെ അക്കൗണ്ട് തുടങ്ങാനും സാധിക്കും. പരമാവധി 3 പേർക്ക് ചേർന്ന് ജോയിന്റ് അക്കൗണ്ട് എടുക്കാനും സൗകര്യമുണ്ട്. 6.6% പലിശ നിരക്കുള്ള ഏറ്റവും ഉയർന്ന വരുമാനം നൽകുന്ന പദ്ധതികളിൽ ഒന്നാണിത്. ഈ പദ്ധതിയിലെ പലിശ പ്രതിമാസം വിതരണം ചെയ്യും. ഒരു POMIS അക്കൗണ്ട് തുറന്നതിന് ശേഷം വ്യക്തികൾക്ക് സാധിക്കുന്ന തരത്തിൽ അനുയോജ്യമായ തുക നിക്ഷേപിക്കാം. എങ്കിലും അത് 1500 രൂപയിൽ കുറയരുത്. ഇത് കുറഞ്ഞ റിസ്ക്കും സ്ഥിരമായ വരുമാനവും നൽകും. വ്യക്തിഗത അക്കൗണ്ട് ആണെങ്കിൽ 9 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് നിക്ഷേപിക്കാം. എന്നാൽ ജോയിന്റ് അക്കൗണ്ട് ആണെങ്കിൽ 15 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാവുന്നതാണ്. 1000 രൂപയുടെ ഗുണിതങ്ങളായിട്ടാണ് നിക്ഷേപം നടത്തേണ്ടത്. ഉദാഹരണത്തിന് ഒരാൾക്ക് 1000 രൂപ മുതൽ 9 ലക്ഷം രൂപ വരെ തന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഇതിലിടാം. 5 വർഷമാണ് ഈ പദ്ധതിയുടെ കാലാവധി. 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ തുക പിൻവലിക്കാം, അല്ലെങ്കിൽ പുതിയ നിരക്കിൽ വീണ്ടും നിക്ഷേപിക്കാം. പലിശ നിരക്കിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഇതിന് ഏകദേശം 7.4% മുകളിലാണ് പലിശ ലഭിക്കുന്നത്. ഇത് ഓരോ 3 മാസം കൂടുമ്പോഴും സർക്കാർ പുനഃപരിശോധിക്കാറുണ്ട്. അതുകൊണ്ട് അപേക്ഷിക്കുന്ന സമയത്തെ കൃത്യമായ നിരക്ക് പോസ്റ്റ് ഓഫീസിൽ ചോദിച്ച് ഉറപ്പുവരുത്തണം. മാസം തോറും ലഭിക്കുന്ന പലിശ നിങ്ങൾ പിൻവലിച്ചില്ലെങ്കിൽ അതിന് പ്രത്യേക പലിശ ഒന്നും ലഭിക്കില്ല എന്ന കാര്യം ഓർക്കണം. അതുകൊണ്ട് ഈ പലിശ തുക ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് എത്തുന്ന രീതിയിൽ ക്രമീകരിക്കുന്നതാണ് നല്ലത്. ഈ അക്കൗണ്ട് തുടങ്ങാൻ എന്തൊക്കെ രേഖകൾ വേണമെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ആധാർ കാർഡ് നിർബന്ധമാണ്. കൂടെ പാൻ കാർഡും വേണം. അഡ്രസ് തെളിയിക്കാനായി റേഷൻ കാർഡോ വോട്ടർ ഐഡിയോ കരുതുക. 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വേണം. പോസ്റ്റ് ഓഫീസിൽ നേരിട്ട് പോയോ അല്ലെങ്കിൽ ഓൺലൈൻ ബാങ്കിംഗ് സൗകര്യമുള്ളവർക്ക് IPPB ആപ്പ് വഴിയോ അപേക്ഷിക്കാം. എങ്കിലും ആദ്യമായി ചെയ്യുന്നവർ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോയി ഫോം പൂരിപ്പിച്ച് നൽകുന്നതാണ് കൂടുതൽ സുരക്ഷിതം. പദ്ധതിയിൽ ചേരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 5 വർഷത്തിന് മുൻപ് പണം പിൻവലിക്കാൻ സാധിക്കുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. 1 വർഷം കഴിയാതെ പണം പിൻവലിക്കാൻ പറ്റില്ല. 1 വർഷത്തിനും 3 വർഷത്തിനും ഇടയിലാണ് പണം പിൻവലിക്കുന്നതെങ്കിൽ നിങ്ങളുടെ നിക്ഷേപത്തിൽ നിന്ന് 2% തുക പിഴയായി ഈടാക്കും. 3 വർഷത്തിന് ശേഷമാണ് പിൻവലിക്കുന്നതെങ്കിൽ 1% തുക കുറയ്ക്കും. അതുകൊണ്ട് അത്യാവശ്യമില്ലാത്ത പണം മാത്രം ഇതിൽ നിക്ഷേപിക്കാൻ ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാന കാര്യം നികുതിയെക്കുറിച്ചാണ്. ഈ പദ്ധതിയിൽ നിന്ന് ലഭിക്കുന്ന പലിശയ്ക്ക് നികുതി ഇളവ് ലഭിക്കില്ല. നിങ്ങളുടെ ആകെ വരുമാനം നികുതി പരിധിയിൽ വരുന്നതാണെങ്കിൽ പലിശ തുകയ്ക്ക് ടാക്സ് നൽകേണ്ടി വരും. TDS പിടിക്കാൻ സാധ്യതയുള്ളതിനാൽ നികുതി പരിധിക്ക് താഴെയുള്ളവർ ഫോം 15 അല്ലെങ്കിൽ 15H സമർപ്പിക്കാൻ മറക്കരുത്. പലരും വരുത്തുന്ന ചില തെറ്റുകൾ നമുക്ക് നോക്കാം. 1. നോമിനിയെ വെക്കാൻ മറന്നു പോകുന്നത്. അക്കൗണ്ട് തുടങ്ങുമ്പോൾ തന്നെ കൃത്യമായി നോമിനിയെ ചേർക്കണം. 2. അക്കൗണ്ട് ലിങ്ക് ചെയ്യാതിരിക്കുന്നത്. പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടുമായി ഈ സ്കീമിനെ ബന്ധിപ്പിച്ചാൽ പലിശ തുക കൃത്യമായി അതിലേക്ക് എത്തും. ഇല്ലെങ്കിൽ ഓരോ മാസവും പലിശ വാങ്ങാൻ പോസ്റ്റ് ഓഫീസിൽ കയറി ഇറങ്ങേണ്ടി വരും. വ്യക്തികൾക്ക് ഇന്ത്യയിൽ എവിടെയും ഒരു പോസ്റ്റ് ഓഫീസിലെ അവരുടെ MIS അക്കൗണ്ട് മറ്റൊന്നിലേക്ക് മാറ്റാൻ കഴിയും. മറ്റൊരു കാര്യം, 2011 ഡിസംബർ 1 ശേഷം തുറന്ന അക്കൗണ്ടുകൾക്ക് ബോണസ് സൗകര്യമില്ല. എന്നാൽ അതിനു മുമ്പ് തുറന്ന അക്കൗണ്ടുകൾക്ക് 5% ബോണസ് ലഭിക്കും. ഈ സ്കീമിൽ നിന്നുള്ള ഏതൊരു വരുമാനം TDSലോ നികുതി കിഴിവിലോ വരില്ല എന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഈ പദ്ധതിയിൽ ഇപ്പോൾ 15 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ മാസം ഏകദേശം 9000 രൂപയിലധികം പലിശയായി മാത്രം നേടാം. റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവർക്കും വിരമിച്ചവർക്കും ഏറ്റവും അനുയോജ്യമായ പ്ലാൻ ഇതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് പണം നിക്ഷേപിക്കുക. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ പണം 100% സുരക്ഷിതമായിരിക്കും.